പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ദോഹയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. അതായത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ആക്രമണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇസ്രയേൽ ഏറ്റെടുത്തിരുന്നു. അതായത് നമ്മുടെ ഏഷ്യയിൽ ഒരു ഇറാൻ ഇസ്രയേൽ കോൺഫ്ലിക്റ്റിന് ശേഷം ഒരു സമാധാനം കൈവരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഖത്തറിലേക്ക് ഹമാസ് നേതാക്കളെ ഉന്നമിട്ടുകൊണ്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. അത് ഏഷ്യയിലെ സ്ഥിതിഗതികളെ തന്നെ വളരെയേറെ രൂക്ഷമാക്കി അല്ലെങ്കിൽ ഒരു വഷളാക്കി എന്ന് തന്നെ വേണം പറയാൻ. ഖത്തർ നമ്മുടെ ഒരു സഹോദര രാജ്യമാണ് എന്നാണ് നാം അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരിക്കുകയാണ്. അതായത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം അൽ താനിയെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ ശക്തമായി ഇന്ത്യ അപലപിച്ചു എന്നാണ് ട്വിറ്ററിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സഹോദര രാജ്യമായ ഖത്തറിന്റെ സർവാധികാരത്തെ അഥവാ പരമാധികാരത്തെ കരിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണത്തെ ഇന്ത്യ അപലപിക്കുന്നു. മേഖലയുണ്ടാവുന്ന സംഘർഷമെല്ലാം നയതന്ത്രപരത്തിലും ചർച്ചയിലൂടെയും പരിഹരിക്കണമെന്ന് ഇന്ത്യ അതിനുള്ള എല്ലാ സഹായവും ഉറപ്പുകൊടുത്തു എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വാർത്തയിലേക്ക് നമുക്ക് കിടക്കാം. കാരണം ഇന്ത്യ എന്നും ഇസ്രയേലിന്റെ ഒപ്പമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം കാർഗിൽ യുദ്ധകാലത്തൊക്കെ ഇന്ത്യ GPS ഒക്കെ അടക്കമുള്ള പല സംഭവം തന്ന് സഹായിച്ചിരുന്നു. പക്ഷേ ഇത്തരം ആക്രമണങ്ങളിൽ ഇന്ത്യ നേരിട്ട് ഇന്ത്യയുടെ ആ ഒരു ദുഃഖം അല്ലെങ്കിൽ ഖേദം നേരിട്ട് ഖത്തർ അമീറിനെ വിളിച്ച് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയൊരു പ്രധാനമായിട്ടൊരു വാർത്തയായിട്ടാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ, നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ കാണുന്നത്. ആ വാർത്തയിലേക്ക് നമുക്ക് വരാം. അതായത് ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇന്ത്യ സമാധാനത്തിനായി ഉറച്ച പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അൽ താനിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. അദ്ദേഹവുമായി സംസാരിക്കുകയും ദോഹയിലെ ആക്രമണങ്ങളിൽ അഗാധമായ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു. സഹോദര രാഷ്ട്രമായ ഖത്തറിന്റെ പരമാധികാര ലംഘനത്തെ ഇന്ത്യ അപലപിക്കുന്നു. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും സംഘർഷം ഒഴിവാക്കി ഭീകരവാദത്തിന് ഇന്ത്യ എതിരെയാണ്. പക്ഷെ രാജ്യങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ഇന്ത്യ സമാധാനം കാക്ഷിക്കുന്നുവെന്നും ഖത്തറിന്റെ ഒരു പരമാധികാര ലംഘനത്തിനൊന്നും ഇന്ത്യ കൂട്ടുനിൽക്കുന്നില്ല, അതിന് ശക്തമായി ഇന്ത്യ അപലപിക്കുന്നുവെന്നും ഇതിന് കൃത്യമായ ഒരു തെളിവാണ്. ഈ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ഇത്തരത്തിലുള്ള വാർത്തകളുമായി കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.